വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുക. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വേദനകളും ആകുലതകളും വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. പുണ്യവാനെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, മക്കളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ, കൊച്ചുമക്കളുടെ അവസ്ഥകൾ എല്ലാം ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാം. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളൊരു നിയോഗം നമുക്കിപ്പോൾ ഓർക്കാം. നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്നതാകാം, എന്തിനേയും സംബന്ധിക്കുന്നതാകാം, വ്യക്തിപരമാകാം. ആ നിയോഗം ഓർക്കുക. പുണ്യവാൻ്റെ ഈ നൊവേനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ ഈ നൊവേനെ ചൊല്ലുമ്പോൾ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ, നീ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗം, എൻ്റെ ഈ ആവശ്യം നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വിളിച്ചാൽ വിളി കേൾക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആ നിയോഗങ്ങൾ മുഴുവൻ ഈ നൊവേനയിൽ ഓർത്തുകൊണ്ട് നമുക്ക് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോടുള്ള ഈ നൊവേന പ്രാർത്ഥന ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശ്വാസത്തോടെ ഈ നിമിഷം ചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ആത്മീയവും ശാരീരികവുമായ നന്മകളാലും അത്ഭുത പരിസ്ഥിതികളാലും ജീവിതകാലത്ത് തന്നെ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ നാമത്തിലും സുഹൃതസമ്പന്നമായ ജീവിതത്താൽ അങ്ങേ സംപ്രീതനാക്കിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥയിലും ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ദയാപൂർവം സ്വീകരിക്കുകയും ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരികയും ചെയ്യണമേ. ആമേൻ. നിരന്തരമായ ജാഗ്രതയാലും തീക്ഷ്ണമായ പ്രാർത്ഥനയാലും വിശുദ്ധമാകുകയും വേദപുസ്തക പഠനത്താലും ധ്യാനത്താലും വേദവിജ്ഞാനിയായി തീരുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, വിശുദ്ധിയിലും വിജ്ഞാനത്തിലും നിരന്തരം വളർന്നു വരുവാനും ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപിൽ സംപ്രീതനായി തീരുവാനും ആവശ്യമായ അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ പിതാവിനുള്ള ദൃഢമായ വിശ്വാസത്താലും പാരത്രിക ജീവിതത്തിലുള്ള സജീവമായ ശരണത്താലും ജീവിതത്തെ ധന്യമാക്കുകയും പരസ്നേഹ പ്രവർത്തനങ്ങൾ വഴി ജീവിതത്തെ ബലിയായി സമർപ്പിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, ദൈവിക പുണ്യങ്ങളിലും സുവിശേഷ സുഹൃതങ്ങളിലും അനുദിനം വളർച്ച പ്രാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങിൽ വിളങ്ങിയിരുന്ന ദാരിദ്ര്യാരൂപിയും ജീവിത ലാളിത്യവും ഞങ്ങളിൽ വളരുവാൻ ഇടവരുത്തണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിവേശനത്താൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ദൈവിക ദാനങ്ങളും വരങ്ങളും സമൃദ്ധമായി സമ്പാദിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണീസേ, രോഗികൾക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും രഹസ്യങ്ങളും ഭാവി കാര്യങ്ങളും ഗ്രഹിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. അങ്ങയുടെ മധ്യസ്ഥതയിൽ ശരണപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കരുണാപൂർവം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സഭയുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുവാനും മർത്യരുടെ ആശ്വാസങ്ങൾ അധ്വാനിക്കുവാനും ദിനരാത്രങ്ങൾ ചെലവഴിച്ച വിശുദ്ധ അന്തോണീസേ, വിശ്വാസത്തിനെതിരായുള്ള എല്ലാ പ്രതിസന്ധികളിലും സഭയോട് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നീതിക്ക് വേണ്ടി നിലകൊള്ളാനുമുള്ള സന്നദ്ധത ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അപകട യാത്രക്കാരുടെയും
വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളുടെയും പ്രത്യേക മധ്യസ്ഥനും അനാഥ ശിശുക്കളുടെ ആശാകേന്ദ്രവുമായ അങ്ങ് ആത്മീകവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ഞങ്ങളെ യാചിക്കപ്പെട്ട അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ സന്നിധിയിൽ ഇരിക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യങ്ങൾ നടത്തി തരണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നൊവേനയും വിശുദ്ധ കുർബാനയിലും ആരാധനയിലുമൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നൊവേനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള മക്കൾക്ക് വേണ്ടി ഈ നിമിഷം നമുക്ക് ഓർക്കാം. നേർച്ചക്കഞ്ഞി സ്പോൺസർ ചെയ്തിട്ടുള്ള ജിൻസി ബിജു തുണ്ടത്തിൽ, അനുപലീല ജോർജ് ഒരു വിശ്വാസി, പ്രത്യേകമായിട്ട് അവരുടെ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മരിയ കാരുവള്ളി ഒരു വിശ്വാസി ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഒരു മകള് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡോ കണ്ണുവള്ളി പ്രത്യേകമായിട്ട് ഈ മക്കളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, അവരുടെ ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ തുമ്പാനത്ത്, അഗാത്ത റോസ്, അർപ്പിത റോസ് തുമ്പാനത്ത്, പ്രത്യേകമായിട്ട് ആ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കാം. അലൻ ജോർജ് സക്രിയ, വിൻസെൻ്റ് തട്ടയിൽ, പ്രത്യേകമായിട്ട് അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിരവധിയായ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, നിരവധിയായ പ്രാർത്ഥനകൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ ആവശ്യം നടത്തി തരണേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ, ഈ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ നിയോഗങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാം. ഒത്തിരി പേര് നന്ദി പറയുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം, എല്ലാ ചൊവ്വാഴ്ചയിലും അച്ഛൻ യൂട്യൂബിൽ ഇത് സംപ്രേഷണം ചെയ്യാറുണ്ട്, എന്നുവെച്ചാൽ ഇതിടാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേന കൂടി പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം എന്നെ വിളിക്കുകയുണ്ടായി. എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് എങ്ങനെയാണ്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും എല്ലാ ചൊവ്വാഴ്ചയിലും പങ്കെടുക്കുന്നൊരു വ്യക്തിയാണ്. പലപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ എഴുതി വെച്ചിട്ടാണ് ഞാൻ നൊവേനയിൽ പങ്കെടുക്കുക. ഞാൻ മിക്കവാറും ഞാൻ വിദേശത്താണ്, മൊബൈലിലാണ് അത് പങ്കെടുക്കുക. അച്ഛൻ മൊബൈൽ എൻ്റെ ജോലിയുടെ തിരക്കിനിടയിലൊക്കെ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കണ്ടെത്തി വെച്ചൊരു സമയം, ഒരു 1.5 മണിക്കൂർ വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കായിട്ട് കണ്ടെത്തും. എന്നിട്ട് ഈ സഹോദരി പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അച്ഛാ, ഞാൻ അച്ഛൻ്റെ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചയിലും ഞാനൊരു നിയോഗം എഴുതി വയ്ക്കും. ചിലപ്പോൾ ചില ചൊവ്വാഴ്ചകൾ അത് കിട്ടണ വരെ ഞാൻ ആ നിയോഗം എഴുതി വയ്ക്കും. ആ സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ആ നിയോഗം ഞാൻ കാണുന്ന മൊബൈലിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി വയ്ക്കും. എന്നിട്ട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഒരു കുരിശുണ്ട്, പിന്നെ വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ ഒരു രൂപമുണ്ട്. എനിക്ക് എന്തെന്നില്ലാത്തൊരു പ്രത്യേക സ്നേഹം വിശുദ്ധ അന്തോണീസിനോടുണ്ട്. ഈശോയുടെ ഒരു രൂപമുണ്ട്, പരിശുദ്ധമ്മയുടെ ഒരു രൂപമുണ്ട്. ഞാൻ എന്നിട്ട് ഈ രൂപത്തിന് മുമ്പിൽ വെച്ചിട്ട് മൊബൈൽ വെച്ചിട്ടാണ് ഈ നൊവേനയിൽ പങ്കെടുക്കുക. അച്ഛാ, ഞാൻ എന്തെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ ഒരു 9 നൊവേന കൂടേണ്ടി വരും, ചിലപ്പോൾ 3 നൊവേനയായിരിക്കും കൂടുക. ഞാനൊരു നിയോഗത്തിന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുണ്യവാൻ അതെനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച എല്ലാ നിയോഗങ്ങളും നടത്തി തന്നിട്ടുണ്ട്. എന്നിട്ട് ആ സഹോദരിയോട് പറയാം, അച്ഛൻ ഒരിക്കലും ഈ നൊവേന ഇടുന്നത് അച്ഛൻ നിർത്തരുത്. ഞങ്ങളെപ്പോലുള്ള വിദേശത്ത് താമസിക്കുന്നവർക്ക് അതൊരു അനുഗ്രഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വോയിസ് റെക്കോർഡ് നിങ്ങളെ കേൾപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനത് പെട്ടെന്ന് പറഞ്ഞ് നിർത്തുക. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുക, അച്ഛാ, ഞാൻ നിരന്തരമായിട്ട് കേരളത്തിലുള്ള ഞാൻ സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല, ആ സ്ഥലത്ത് നിന്ന് ആ സഹോദരൻ എല്ലാ ചൊവ്വാഴ്ചയിലും നൊവേനയിൽ പങ്കെടുക്കും. അപ്പോൾ ആ നൊവേനയിൽ പങ്കെടുത്തിട്ട് ഈ സഹോദരൻ ഒരു നിയോഗത്തിന് വേണ്ടി എന്നോട് പറയുക, അച്ഛാ, കുറേ നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം മാത്രമല്ല അച്ഛാ ഞാൻ ഈ നൊവേനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും അച്ഛൻ്റെ നൊവേന ഞാൻ പിന്നെയും എടുത്ത് കണ്ട് എൻ്റെ നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. അച്ഛാ, ഞാൻ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ വിചാരിച്ചത് ആ നിയോഗം നടക്കില്ലെന്ന്. ഒരു കടബാധ്യതയാണ്. ഒരു കടബാധ്യത എന്ന് വെച്ചാൽ ഒരു ഭയങ്കര തടസ്സമായിരുന്നു വീട്ടിൽ. വെച്ചാൽ ലക്ഷങ്ങൾ കടബാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം വെച്ചാൽ എൻ്റെ ആ കടബാധ്യത മാറ്റാനുള്ളൊരു വഴി തമ്പുരാൻ എനിക്ക് തുറന്നു തന്നിരിക്കുക. എന്ന് വെച്ചാൽ വിദേശത്തേക്ക് പോകാനൊരു അവസരം ഈ സഹോദരന് കിട്ടിയിരിക്കുക. ആ സഹോദരൻ വിദേശത്തേക്ക് പോകാനുള്ള പ്ലാനിങ് ഒക്കെ റെഡിയായി. എന്ന് വെച്ചാൽ കൂട്ടുകാരന്മാർ വഴി ഇദ്ദേഹത്തിൻ്റെ കടബാധ്യത അറിഞ്ഞു, അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ടൊരു വഴി തമ്പുരാൻ കൊടുത്തു എന്ന് ഇദ്ദേഹം പറയുക. ഞാൻ എന്തിനത് നിങ്ങളോട് പറയുന്നറിയോ, പുണ്യവാൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുമ്പോൾ പുണ്യവാൻ അതിനുള്ള വഴികളൊക്കെ നമുക്ക് ഒരുക്കി തരും. ഈശോയോട് മാധ്യസ്ഥം വഹിച്ച് ഈശോ
നമ്മുടെ കാര്യങ്ങൾ നടത്തിത്തരാവുന്ന രീതിയിൽ പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഒത്തിരി മക്കളിങ്ങനെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു കിട്ടിയതിന് കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് വിദേശത്തേക്ക് പോയപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുക, അച്ഛാ ഒത്തിരി നന്ദി പറയുക അച്ഛനോട് പ്രത്യേകമായിട്ട്. ഞാൻ പറഞ്ഞു, മോളെ എന്നോടല്ല പുണ്യവാനോട് നന്ദി പറ, പ്രാർത്ഥിക്ക്, ഇനിയും പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും നടത്തി തരും. എനിക്കും നിങ്ങളോട് പറയാനുള്ളത് തന്നെയാണ്. പുണ്യവാൻ്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ചവരാരും വെറും കൈയോടെ തിരിച്ചു പോയിട്ടില്ല. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയാണെങ്കിലും അന്തോണീസ് പുണ്യവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, പാപപങ്കിലമല്ലാത്തൊരു മനസ്സോടുകൂടെ പ്രാർത്ഥിക്കണം. പാപങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടത്തില്ല. നിങ്ങൾ എത്രത്തോളം പ്രാർത്ഥിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ഹൃദയം നിർമ്മലമായിരിക്കണം, വിശുദ്ധമായിരിക്കണം. അപ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരുള്ളൂ. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ നൊവേനയിൽ, ഈ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ നിയോഗങ്ങൾ കൂടി നമുക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ ഈ ആവശ്യങ്ങൾ, ഒത്തിരി മക്കളുടെ ആവശ്യങ്ങളാണ്. പലരും ലെറ്റർ വഴി എഴുതി അയക്കും, പലരും പ്രാർത്ഥന സഹായം ചോദിച്ച് ഇങ്ങനെ എഴുതി അയക്കാറുണ്ട്. പലരുടെയും നിയോഗങ്ങൾ, ചിലയിടത്തൊക്കെ ഞാൻ ചെന്നപ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരു ചേച്ചി എന്നെ കണ്ട വഴിക്ക്, ഞാൻ അവിടെ വരുന്ന അറിഞ്ഞിട്ട് ആ ചേച്ചി എന്നെ കാണാൻ വന്നേക്കാം, വളരെ ദൂരെ നിന്ന് ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാൻ ചെന്നതാണ്. സ്ഥലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ആ ഒരു ലെറ്റർ എഴുതി എനിക്ക് തന്നു. ആ ലെറ്ററിൽ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, ഒത്തിരി മക്കൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ എഴുതുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം ഈ നിയോഗങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ നിയോഗങ്ങൾ നടത്തി കൊടുക്കണമെന്ന്. ഞാൻ എന്തിനത് വായിക്കണമെന്നറിയോ? ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി ശക്തിയുണ്ട്. ചിലപ്പോൾ മറ്റൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലും ദൈവം ഇടപെടും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറയുക. ഈ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുക. അച്ഛൻ ഈ പറയുന്ന നിയോഗങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അതും കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. ദൈവം ഇടപെട്ടിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ പേരക്കുട്ടിയായ ഒരു മകന് പ്രത്യേകമായിട്ട് ജനിച്ച അവസ്ഥയിൽ തന്നെ അസുഖങ്ങളാണ്. ആ അസുഖങ്ങൾ മാറി എൻ്റെ പേരക്കുട്ടിയുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറി സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ അവൻ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥലം വിറ്റുപോകുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ആ സ്ഥലത്തിൻ്റെ തടസ്സങ്ങളെല്ലാം മാറി ആ സ്ഥലം വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. എൻ്റെ സഹോദരൻ ഒരു ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് ആ കുടുംബം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരൻ്റെ ബിസിനസ്സിനെ കുറിച്ചും ആ ബിസിനസ്സിൽ ഒത്തിരിയേറെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രാർത്ഥിക്കണമേ. ആ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ ഭാര്യ ക്യാൻസർ അസുഖം വന്ന് സെപ്റ്റംബർ 1 മരിച്ചു. ആഗസ്റ്റ് മാസം 27 എനിക്ക് സ്ട്രോക്ക് വന്നു. കാലിനും കൈക്കും സ്വാധീനക്കുറവുണ്ട്. അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അസുഖങ്ങൾ മാറുവാനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുവാനും ഇനിയും അത് അസുഖം വരാതെ കാത്തുകൊള്ളുവാനും വേണ്ടി അച്ഛൻ വിശുദ്ധ കുർബാനയിലും നൊവേനയിലും ഈ ഉള്ളവന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ജോസഫ് എന്ന് പറയുന്നൊരു സഹോദരനാണ്. പ്രത്യേകമായിട്ട് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പഠിക്കുന്നൊരു കൊച്ചാണ് ഞാൻ. എൻ്റെ നഴ്സിങ്ങിൻ്റെ ഫൈനൽ എക്സാം വരികയാണ്. എനിക്കാണെങ്കിൽ വളരെ ആകുലതയാണ്. പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കുവാനും നല്ല മാർക്കോടുകൂടി പാസ്സാകാനും വേണ്ടിയും അച്ഛൻ പുണ്യവാനോട് പ്രാർത്ഥിക്കണമേ. എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും, കടബാധ്യതകളും, സങ്കടങ്ങളും മാറ്റിത്തന്ന് കുടുംബത്തിൽ സന്തോഷവും സമാധാനം കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എൻ്റെ അമ്മയ്ക്കും അപ്പനും ജോലി ചെയ്ത് പൈസ സമ്പാദിച്ച് ഞങ്ങളെയും കുടുംബത്തെയും നോക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. ചേച്ചി ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കുന്നു. പ്രത്യേകമായിട്ട് അവൾക്ക് വേണ്ടിയും അവളുടെ എക്സാമുകൾ ഏറ്റവും നന്നായിട്ട് എഴുതാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ നൊവേനയിൽ എൻ്റെ മകനെ കൂടി ഓർക്കണമേ. എബിൻ എന്നാണ് മകൻ്റെ പേര്. അവൻ 28 വയസ്സുണ്ട്. എല്ലാ ദുശീലങ്ങൾക്കും അടിമയാണ് അവൻ. അവന് വേണ്ടി പ്രത്യേകമായിട്ടൊരു ജോലി ലഭിക്കുവാനും ദുശീലങ്ങളിൽ നിന്നൊക്കെ അകറ്റി എൻ്റെ മകൻ നല്ലൊരു മകനായിട്ട് ജീവിക്കുവാനും വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ. കുടുംബത്തിലെ സമാധാനം വീണ്ടും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നൊവേനയിൽ അച്ഛന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ. ആ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.
ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എൻ്റെ ഈ നിയോഗം നടത്തിത്തരാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച താഴെ പറയുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ പ്രായമായ മാതാപിതാക്കന്മാർ ദേഷ്യം കൂടാതെ പരിചരിക്കുവാനുള്ള ശക്തി തരുവാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. സ്ഥലക്കച്ചവടം നടക്കുവാനും കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രാർത്ഥിക്കണം. കുടുംബസമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ബിസിനസ്സിൻ്റെ വളർച്ചയുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. മക്കൾ നല്ല നിലയിൽ എത്തിച്ചേരുവാനും സഹോദരന്മാരുമായി തമ്മിൽ രമ്യതപ്പെട്ട് ജീവിക്കുവാനും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. പ്രത്യേകമായിട്ട് ആ നിയോഗങ്ങൾക്ക് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആശ എന്ന് പറയുന്നൊരു സഹോദരിയാണ് ഈ പ്രാർത്ഥന ചോദിച്ചിരിക്കുക. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വന്തമായൊരു വീടും സ്ഥലവും ലഭിക്കുന്നതിന് വേണ്ടി, ഭർത്താവിൻ്റെ മദ്യപാന ശീലം മാറുവാൻ വേണ്ടി, മക്കളിൽ നല്ല വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനോട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് നമുക്ക് ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളാണ് ഞാൻ. അച്ഛൻ എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എപ്പോഴും ചുമയാണ്. ചുമ കാരണം എനിക്ക് കഫകെട്ടുമുണ്ട്. അത് കാരണം പഠിക്കാനും എപ്പോഴും എന്നെ പഠിക്കാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അതിനാൽ എൻ്റെ അസുഖങ്ങൾ മാറി നല്ല പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള മാർക്ക് വാങ്ങിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുക. എൻ്റെ മകൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് വിവാഹം നടക്കാത്ത ഒത്തിരി മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. ആ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാനിത് പ്രാർത്ഥിക്കുക. എൻ്റെ മകൻ ഒത്തിരി നാളായി ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു. അവൻ്റെ ജോലിയിലെ തടസ്സങ്ങൾ മാറുവാനും വീട്ടിലെ കടബാധ്യത മാറുവാനും വേണ്ടിയും പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഒന്ന് ചേർത്ത് വയ്ക്കണം. പ്രത്യേകമായിട്ട് ആ നിയോഗത്തിന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ മകന് 40 വയസ്സായി. അവനൊരു അംഗവൈകല്യം ഉള്ള മോനാണ്. ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം അവന് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലോട്ടറി വിറ്റാണ് അവൻ ജീവിക്കുന്നത്. 4 വയസ്സുള്ളപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റി ഒരു കാല് നഷ്ടപ്പെട്ട് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് അവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം ആ മകൻ്റെ ജീവിതത്തിൽ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ നിറയുവാനും അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ടൊരു അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് തോന്നുന്നു. ആ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ നിയോഗം എൻ്റെ മകളുടെ +2 എക്സാമിൽ ഉന്നതമായിട്ടുള്ള വിജയം വരിക്കണം. ഞാനൊരു ക്യാൻസറിന് അസുഖത്തിൻ്റെ അടിമയാണ്. അസുഖത്തിൻ്റെ വേദനകൾ മാറിക്കിട്ടുവാൻ വേണ്ടി, അത് സഹിക്കാനുള്ള ശക്തിക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിലെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ജെസ്സി എന്ന് പറയുന്നൊരു സഹോദരി എഴുതിയിരിക്കുന്ന ഇതാണ്. പ്രത്യേകമായിട്ട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. 4 മക്കളുള്ളൊരു വിധവയാണ് ഞാൻ. സ്വന്തമായിട്ടൊരു വീടില്ല. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. മക്കളൊക്കെ പഠിക്കുകയാണ്. ഒരു മകന് ജോലിയുണ്ട്. പക്ഷേ ആ മകൻ്റെ ജോലിയിലെ വരുമാനം കൊണ്ട് എല്ലാം ശരിയാകുന്നില്ല. അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നൊവേന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാനും മക്കൾ നന്നായിട്ട് പഠിക്കുവാനും മകന് സ്ഥിരമായിട്ട് ജോലി കിട്ടുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളെ രക്ഷിക്കുന്ന ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ 2 മക്കൾക്കും കിട്ടിയിരിക്കുന്ന ജോലിയിൽ സ്ഥിരമായി നിലനിൽക്കുവാനും ഞങ്ങളുടെ കടങ്ങൾ വീട്ടുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. മക്കൾക്ക് നല്ലൊരു ജീവിത അന്തസ്സ് കിട്ടുവാനും ഒരു മകൻ്റെ വിവാഹം നടക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കാരുണ്യവാനായ ഈശോയെ, വിധവയായ എൻ്റെ അപേക്ഷ കേൾക്കണമേ. എനിക്ക് ദൈവം 3 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. 2ാമത്തെ ആൾക്ക് ഒരു വീടില്ല. ഒരു ചെറിയ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവനും പങ്കാളിയും 3 മക്കളും അടങ്ങുന്ന ആ കുടുംബം ഒരൊറ്റ മുറിയിലാണ് ജീവിക്കുക. അവനൊരു വീട് കിട്ടുവാനും അവൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുവാനും അവന് നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. അവന് ഒത്തിരിയേറെ കടബാധ്യതയുണ്ട്. ആ കടബാധ്യത മാറിക്കിട്ടുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക്
ഷുഗറിൻ്റെയും കണ്ണിൽ തിമിരത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിയോഗത്തിന് വേണ്ടി തമ്പുരാൻ്റെ മറിയാമ്മ എന്നൊരു സഹോദരിയാണ് എഴുതിയിരിക്കുക. നമുക്ക് ആ നിയോഗത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവികാരുണ്യനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഭർത്താവിന് 1.5 വർഷമായിട്ട് ജോലിയൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ്. നല്ലൊരു ജോലി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ഞങ്ങളുടെ മകന് 32 വയസ്സായി, ഒരു കല്യാണം ഇതുവരെയും ആയിട്ടില്ല. എത്രയും പെട്ടെന്ന് നല്ലൊരു ബന്ധം കിട്ടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഒരു വിശ്വാസിയാണ്. പ്രത്യേകമായിട്ട് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവ്യകാരുണ്യനാഥ നന്ദി. ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ടിസ്സുവിൻ്റെ വിവാഹം മംഗളകരമായി നടത്തി തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രശ്മിയുടെ അലർജി മാറ്റിത്തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കളെ ദൈവസ്നേഹത്തെ വളർത്തുവാനും ദൈവവിശ്വാസത്തിൽ അടിയുറപ്പിച്ച് ജീവിക്കുവാനും വേണ്ടി കൃപ തരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ സ്കാനിങ് റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. യാതൊരുവിധ കുഴപ്പങ്ങളോ പൂർണ്ണ സൗഖ്യം പ്രാപിച്ച് കിഡ്നിക്ക് അസുഖമാണ്, അത് മാറ്റിത്തരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദേഷ്യവും വാശിയും ഒക്കെ ഒന്ന് കുറച്ച് മക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ വേണ്ടി എനിക്ക് കൂടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ആ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ജാൻസി ചാക്കോ എന്ന മകളാണ് ഇത് എഴുതിയിരിക്കുക. എൻ്റെ മകൻ വിദേശത്ത് ജോലിക്ക് പോകുവാൻ തയ്യാറെടുക്കുകയാണ്. ജനുവരിയിൽ പോകേണ്ടതാണ്, പക്ഷേ ഓരോ തടസ്സങ്ങൾ വരുന്നു. അസുഖങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകന് വേണ്ടിയും എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ആ കുടുംബത്തെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റെനി എന്ന ഒരു വ്യക്തിയാണ് എഴുതിയിരിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവരാധന. ഞങ്ങൾക്ക് 3 കേസുകളുണ്ട്, ചതിയിൽപ്പെട്ടതാണ്. അതിന് നീതി ലഭിക്കുവാനും തീർത്തു കിട്ടുവാനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. സത്യം ജയിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ 2ാമത്തെ മകൾക്ക് എപ്പോഴും അസുഖങ്ങളാണ്. അവളുടെ അസുഖങ്ങൾ മാറുവാനും കുടുംബത്തിൻ്റെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് നൊവേനയിൽ പ്രാർത്ഥിക്കണേ. തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആൻസി എന്നൊരു മകളാണ് ഇത് പ്രാർത്ഥന ചോദിച്ചിരിക്കുക. അപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ തളർന്നു പോയ സഹോദരൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. ബാങ്ക് ലോൺ പാസ്സാകുന്നതിനും തടസ്സമില്ലാതെ ലോൺ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. മക്കളിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നു. സഹോദരൻ്റെ മദ്യപാനശീലം മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അല്ലാമേരി എന്നൊരു സഹോദരി പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. എൻ്റെ കൈ സുഖം പ്രാപിക്കുന്നതിനും പ്രത്യേകമായിട്ട് വീട്ടിലെ കടബാധ്യത മാറുവാനും വേണ്ടിയും അച്ഛൻ പുണ്യവാൻ്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കുടുംബത്തിലെ കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഞാൻ നിയോഗങ്ങൾ മാത്രം പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം, അതായിരിക്കും, അല്ലെങ്കിൽ സമയം ഒത്തിരി എടുക്കുന്നത് കൊണ്ടാണ്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ, എൻ്റെ ഈ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കടബാധ്യത മാറിക്കിട്ടുവാൻ വേണ്ടിയും ഭർത്താവിൻ്റെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ജോൺ എന്ന ഒരു മകനാണ് ഇത് എഴുതിയിരിക്കുക. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കണമേ. വളരെ ചെറിയൊരു കുടുംബമാണ് എൻ്റേത്. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അപ്പൻ്റെ അസുഖം മൂലം ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പൻ അസുഖം എത്രയും പെട്ടെന്ന് സുഖപ്പെടുവാനും സാമ്പത്തിക ഞെരുക്കങ്ങൾ മാറുവാനും മക്കളിൽ ദൈവവിശ്വാസം വളർത്തി അവർ നന്നായിട്ട് പഠിക്കുവാനും വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഓട്ടോ ഓടിക്കുന്നൊരു മകനാണ് ഞാൻ. മദ്യപാനശീലം വളരെയധികമുണ്ട്. അതിൽ കുറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴായിട്ട് പരിശ്രമിക്കുന്നു. ആ മദ്യപാനശീലം മാറുന്നില്ല. എൻ്റെ ഭാര്യയ്ക്കൊരു നല്ല ജോലി ലഭിക്കുവാൻ വേണ്ടി കൂടിയും എൻ്റെ മദ്യപാനശീലം മാറുവാൻ വേണ്ടിയും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. +2 പഠിക്കുന്നൊരു മകള് പഠിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ആ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നൊവേന പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. എൻ്റെ മകൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും എൻ്റെ മകന് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും
അതോടൊപ്പം തന്നെ മക്കളെല്ലാം ആയുസ്സും ആയുരോഗ്യവും സന്തോഷവുമുള്ള മക്കളായി വളരുന്നതിനും വേണ്ടി പ്രത്യേകമായിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മാറാൻ വേണ്ടി ഒത്തിരി മക്കൾ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മക്കൾ വിദേശത്ത് ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. വിവാഹ തടസ്സം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. UK ജോബിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. വീട് നിർമ്മാണത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. +2 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചവരുണ്ട്. വാതരോഗം മാറുവാൻ വേണ്ടി, ഞങ്ങൾക്ക് വീട് വയ്ക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിദേശത്ത് താമസിക്കുന്ന എൻ്റെ മക്കളായ മത്തായിച്ചൻ, തോമാച്ചൻ, തോമസ് എന്നിവർക്ക് വേണ്ടി, അവർക്ക് ദൈവവിശ്വാസം വളരെ കുറവാണ്, അത് ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. മകൻ്റെ ദേഷ്യവും വാശിയും അരിശയും ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. നടുവിനൊരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട്. മെഡിക്കൽ എൻട്രൻസ് എക്സാമിൻ്റെ പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തി പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്. ഒത്തിരിയേറെ വേദന നിറഞ്ഞ ഒരു ഭാര്യയാണ് ഞാൻ. ഭർത്താവിൻ്റെ മദ്യപാനശീലം മൂലം വീട്ടിലെന്നും വഴക്കും ഒച്ചപ്പാടും ബഹളമാണ്. അതെല്ലാം മാറിക്കിട്ടുവാനും സന്തോഷവും സമാധാനം ലഭിക്കുവാൻ വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഭർത്താവിന് കേൾവിശക്തി കിട്ടുന്നതിനും കാലുവേദനയും നടുവേദനയും മാറുന്നതിനു വേണ്ടിയും മുടങ്ങാതെ എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നതിനു വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ. എൻ്റെ മകൾക്ക് BEd കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയും നല്ലൊരു ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ഒത്തിരി മക്കളിങ്ങനെ വിസയുടെ തടസ്സം മാറാൻ, ഭർത്താവിൻ്റെ മദ്യപാനശീലം മാറാൻ, കുടുംബത്തിൻ്റെ കടബാധ്യത മാറാൻ, മക്കൾ നന്നായിട്ട് പഠിക്കാൻ, കുടുംബ സമാധാനത്തിന് വേണ്ടി, ആയുസ്സും ആരോഗ്യത്തിനും വേണ്ടി, സ്വഭാവം നന്നാവാൻ വേണ്ടി, അങ്ങനെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾക്ക് വേണ്ടി ഓരോ മനുഷ്യരും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിയോഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടബാധ്യത മാറുവാനും കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനും ഭവനം പണി പൂർത്തിയാക്കാൻ ഒരു വ്യക്തി എഴുതിയിരിക്കുക. അജീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എൻ്റെ ഭവനം പണി തുടങ്ങിയിട്ട് വർഷങ്ങളായി, പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. അച്ഛൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടബാധ്യതയിലാണ് കുടുംബം, വീട് പണി പൂർത്തിയാകാത്ത സങ്കടവും അച്ഛൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ ഒത്തിരി പഠിക്കുന്ന മക്കൾ പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ വിവാഹം നടത്തി കിട്ടുന്നതിന് വേണ്ടിയും ഞങ്ങളുടെ മക്കളുടെ വിവാഹം നടത്തി കിട്ടുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ടൊരു കുടുംബം പ്രാർത്ഥന ചോദിച്ചിരിക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ നിയോഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ രണ്ടാമത്തെ മകളുടെ വിവാഹ ജീവിതം നന്നായി പോകുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് യാചിക്കുന്നു. എൻ്റെ മൂത്ത മകൻ്റെ മദ്യപാനശീലം കൊണ്ടിരിക്കുകയാണ് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടിയും എൻ്റെ മകന് വേണ്ടിയും മകൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. സ്നേഹം നിറഞ്ഞ ജിനുവച്ച, ഞങ്ങളുടെ നിയോഗം പ്രത്യേകമായിട്ട് നൊവേനയിൽ ഓർക്കണേ. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മകന് 29 വയസ്സായി, ഒരു വിവാഹം നടന്നിട്ടില്ല, അവന് ജോലി സ്ഥിരപ്പെട്ടിട്ടില്ല. ഒത്തിരിയേറെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ. ആ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പലവിധ പരീക്ഷകൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ ഈ മക്കളെയും ഈ നിയോഗങ്ങളെയും എല്ലാം സമർപ്പിക്കാം. അതോടൊപ്പം രോഗങ്ങൾ മൂലം അലയുന്ന മക്കൾ, OCDയുടെ പ്രശ്നമുള്ള മക്കൾ, മൂത്ത മകന് OCD ആണ്. അവനിപ്പോൾ എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. പഠന മേഖലയിൽ അവന് വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. എൻ്റെ മകൻ്റെ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ദിവികാരണ്യനാഥ, ഞങ്ങളെ അനുഗ്രഹിക്കണേ. വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എൻ്റെ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് എഴുതുന്നത്. എനിക്കിപ്പോൾ 31 വയസ്സായി. ഞാനൊരു നേഴ്സായി വർക്ക് ചെയ്യുന്നു. എനിക്ക് 29ാം വയസ്സിൽ കോവിഡ് ബാധിച്ചു. അതിനുശേഷം ഷുഗർ പിടിപെട്ടു. ഇപ്പോൾ ഇൻസുലിൻ എടുത്തുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുക. ഇതെൻ്റെ ശരീരത്തെ തളർത്തുന്നുണ്ട്. ഈശോയെ, എൻ്റെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഇൻസുലിൻ ചുരുങ്ങാനുള്ള ശക്തി നൽകണമേ. അങ്ങനെ എന്നിൽ നിന്നും ആ അസുഖം തുടച്ചു നീക്കണമേ.
എൻ്റെ സഹോദരൻ പലവിധത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അത് അവൻ്റെ ഇപ്പോഴത്തെ ഭാവി നശിപ്പിക്കുന്നു. അതിൽ നിന്നും അവനെ വിടുവിക്കുവാൻ വേണ്ടിയും പ്രത്യേകമായിട്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാൻ്റെ മാധ്യസ്ഥം യാചിക്കുന്നു. അച്ഛൻ നൊവേനയിൽ പ്രത്യേകമായിട്ട് എൻ്റെ നിയോഗം ഓർത്ത് പ്രാർത്ഥിക്കണേ. ഈ നിയോഗങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി നിയോഗങ്ങൾ വരുന്നുണ്ട് ഓരോ ദിവസവും പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ പ്രാർത്ഥനകളൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടയിലുണ്ട് ഒത്തിരി ആവശ്യങ്ങൾ, വേദനകൾ, സങ്കടങ്ങളൊക്കെ. എല്ലാം പുണ്യവാൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ ഓർക്കാം. ഇന്നത്തെ ദിവസം നേർച്ച കഞ്ഞി സ്പോൺസർ ചെയ്തവരെ തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കർത്താവെ, അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ സമർപ്പിക്കാം, നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം, നമ്മുടെ കുടുംബത്തെ ഓർക്കാം, നമ്മുടെ ജീവിതത്തെ ഓർക്കാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസ് പുണ്യവാനെ എനിക്ക് വേണ്ടി, എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും പറഞ്ഞുകൊണ്ട് പുണ്യവാനെ എൻ്റെ ആവശ്യം നടത്തി തരണമേ എന്ന് പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ അന്തോണീസിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനാ ഗാനം ഈ നിമിഷം ഏറ്റവും ഭക്തിയോടെ നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടെ ആലപിക്കാം. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോണീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സത്യസഭനാമസ്വിൽ മൽപ്പനായി വിരാജിക്കും അത്ഭുത പ്രവർത്തകൻ അന്തോണീസ് പുണ്യതാതാ. ഉണ്ണിയാമേശുവേ നിൻ കൈകളിൽ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ചതന്യ ജീവിത വിശുദ്ധിക്കായി. കാണാതാകുന്നതെന്തും കാണിപ്പാൻ കെൽപ്പേഴും നീ, മാലോകർ മാനസത്തിൽ ആശ വളർത്തും താതാ. പരീക്ഷ ജയത്തിനായി നിൻ തുണയാചിച്ചവർ ആരും നിരാശരായി പോയി കേട്ടിട്ടില്ല പിതാവേ. വിവാഹം ദർശിനായി പ്രാർത്ഥിക്കും യുവാക്കൾക്ക് ദാമ്പത്യരാമം ചേർന്ന് ജീവിതം നയിച്ചിടാം. സന്താനലബ്ധിക്കായി നിൻ മാധ്യസ്ഥം തേടുവോർത്തൻ യാചന കേട്ടവരിൽ സംതൃപ്തി ചേർപ്പവനേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ യേശുവിൻ സന്നിധിയിൽ, സിദ്ധനാമന്തോണീസേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധ അന്തോണീസിനെ അനുഗ്രഹിക്കുവാൻ തിരുമനസ്സായ ദൈവമേ, അങ്ങയുടെ തിരുസുതനായ ഈശോ മിശിഹായുടെയും മാതാവും കന്യകയുമായ മറിയത്തിൻ്റെയും നീതിമാനായ മറിയൗസേപ്പിൻ്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും നീതിമാന്മാരെല്ലാവരുടെയും പ്രാർത്ഥനകളും സുഹൃത്തുക്കളും പരിഗണിച്ച് ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങേ പ്രസാദിപ്പിച്ച വിശുദ്ധ അന്തോണീസിനെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. ആമേൻ. നിർമ്മലനും വിനീതനുമായ വിശുദ്ധ അന്തോണീസിന് അത്ഭുത പ്രവർത്തനങ്ങൾക്കുള്ള വരം നൽകി അനുഗ്രഹിച്ച ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ രക്ഷകനായ മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുവാനായി കൂടിയിരിക്കുന്ന
എളിയവരായ ദാസർ ആത്മീയവും ശാരീരികവുമായ അനുഗ്രഹങ്ങളാൽ സമ്പന്നരാകട്ടെ. ദുഷ്ടാരൂപികളുടെയും ക്ഷുദ്രജീവികളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകലവിധ രോഗങ്ങളിൽ നിന്നും എല്ലാവരും സംരക്ഷിതരാവട്ടെ. ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രലോഭനങ്ങളെ നേരിടുവാനുള്ള ശക്തി ഏവർക്കും ലഭിക്കുമാറാകട്ടെ. ആകുലതകളും ആശങ്കകളും കൂടാതെ ഈ ലോകജീവിതം വിജയപ്രദമായി നയിക്കുവാനും പരലോകത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനും ഇന്നത്തെ നൊവേനയിൽ സംബന്ധിച്ച ഈ സമൂഹത്തിനും ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.